യുദ്ധത്തിന്റെ മൂന്നാം ദിവസവും ഗൾഫിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാന്റെ ആക്രമണം തുടരുന്ന കുവൈറ്റിൽ നിരവധി അമേരിക്കൻ സൈനിക വിമാനങ്ങൾ തകർന്നു വീണുവെന്ന് കുവൈറ്റ് സ്ഥിരീകരിച്ചു. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, അല്പസമയം മുമ്പ് നമ്മൾ കണ്ട ദൃശ്യവും അതായിരുന്നു. കുവൈറ്റിന്റെ വ്യോമപാതയിൽ ഒരു അമേരിക്കൻ യുദ്ധവിമാനം F-15 വിമാനം തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ. സമാനമായ രീതിയിൽ നിരവധി വിമാനങ്ങൾ തകർന്നു വീണു എന്ന് കുവൈറ്റ് തന്നെ സ്ഥിരീകരിക്കുകയാണോ? ദിവ്യ, തീർച്ചയായിട്ടും അല്പം മുമ്പാണ് കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരു വിമാനം മാത്രമല്ല, നിരവധി അമേരിക്കൻ വിമാനങ്ങൾ തകർന്നു വീണു, പോർ വിമാനങ്ങൾ തകർന്നു വീണു. പക്ഷേ എല്ലാ പൈലറ്റുമാരും ഉൾപ്പെടെയുള്ള ഈ ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സ്ഥിതിഗതികൾ അമേരിക്കയുമായി ചേർന്നുകൊണ്ട് തങ്ങൾ വിലയിരുത്തി വരികയാണ്. രക്ഷാപ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള വളരെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമാണ് ഡിഫൻസ് മന്ത്രാലയം കുവൈത്ത് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ട ഒരു വിമാനം, ഒരു പോർ വിമാനം തകർന്നു വീഴുന്ന ദൃശ്യമുണ്ടായിരുന്നു. അതിൽ നിന്ന് പൈലറ്റ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെയും ഇതിന്റെ തുടർച്ചയാണ്. പക്ഷെ ഒരൊറ്റ വിമാനം മാത്രമല്ല, നിരവധി പോർ വിമാനങ്ങൾ തകർന്നു വീണിട്ടുണ്ട്. എന്താണ് നേരത്തെ കണ്ടത് അത് അമേരിക്കയുടെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലുണ്ടായ ഒരു പാളിച്ച മൂലം സംഭവിച്ചതാണ് എന്നാണ്. മറ്റിടങ്ങളിലും ഇതേ രീതിയിൽ തന്നെ യുദ്ധവിമാനങ്ങൾ തകർന്നു വീഴുകയാണോ, അതോ ഈ യുദ്ധവിമാനങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന തരത്തിൽ തിരിച്ച് ആക്രമണം ഉണ്ടാകുമ്പോൾ തകർന്നു വീഴുന്നതാണോ? ഇതുമായി ബന്ധപ്പെട്ടൊരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം കുവൈത്ത് നൽകിയിട്ടില്ല. പ്രതിരോധ മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പോർ വിമാനങ്ങൾ, നിരവധി അമേരിക്കൻ പോർ വിമാനങ്ങൾ തകർന്നു വീണു, പക്ഷേ ആർക്കും ആളപായം സംഭവിച്ചിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിലുള്ളത്. എന്തായാലും അമേരിക്കയുമായി ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ് എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്തിന്റെ കാരണം കൊണ്ടായിരിക്കാം ഈ വിമാനങ്ങൾ തകർന്നു വീണത് എന്നത് സംബന്ധിച്ചൊന്നും ഈ പ്രസ്താവനയിൽ കാര്യമായിട്ട് വിശദീകരിക്കുന്നില്ല. എന്തായാലും ഈ കാര്യം ഔദ്യോഗികമായി തന്നെ കുവൈത്ത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബഹ്റൈൻ US എംബസി പുറപ്പെടുവിച്ചിരിക്കുന്ന മറ്റൊരു പ്രസ്താവനയുണ്ട്. ചില തീവ്രവാദ ഗ്രൂപ്പുകൾ അമേരിക്കൻ പൗരന്മാരെ ലക്ഷ്യം വിട്ടുകൊണ്ട് ആക്രമണത്തിന് പദ്ധതിയിട്ടതായിട്ട് വിവരമുണ്ട്. അതുകൊണ്ട് പരമാവധി അമേരിക്കൻ പൗരന്മാർ ബഹ്റൈനിൽ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശം ബഹ്റൈനിലെ US എംബസി അല്പം മുമ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനിന് നേരെ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിൽ ഒരു ചൈനീസ് പൗരൻ കൊല്ലപ്പെട്ടതായി ചൈന സ്ഥിരീകരിച്ചിരിക്കുന്നു. അടിയന്തരമായിട്ടുള്ള ഒരു വെടിനിർത്തലിലേക്ക് പോകണം, തങ്ങളുടെ ഒരു പൗരൻ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ചൈനീസ് വിദേശകാര്യ